ഹലോ, എന്താണ് ബായ് വന്നിട്ടോ? കുക്കിംഗ് വിത്ത് ബായ്. എങ്ങനെ ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? അപ്പോൾ നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ബിരിയാണി വെക്കാൻ പോകുന്നത് കേട്ടോ. ഒരു പ്രേമല സ്റ്റൈൽ ബിരിയാണി. അപ്പോൾ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ പോവാം. അതിന് നമുക്ക് ഈ ഉള്ളിയില്ലേ, ഉള്ളി ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ചിക്കൻ നന്നായിട്ട് മസാല പുരട്ടിയെടുക്കണം. നമുക്ക് കഴുകി വെച്ച ചിക്കൻ കേട്ടോ. അതിന് നമുക്ക് ഈ ഉള്ളി കുറച്ചെടുത്തിട്ട് മൊരിച്ചെടുക്കാം, എണ്ണയിലിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ. അടുപ്പ് നന്നായിട്ട് കത്തി പിടിച്ചിട്ടേ നമുക്ക് ഉരുളി വെക്കാം കേട്ടോ. ഉരുളി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കേ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ ഉള്ളി മൊത്തം കുറേശ്ശേനെ അതിലിട്ടിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ലാസ്റ്റ് ട്രിപ്പ് ഉള്ളിയും കൂടി നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കോരാം. അരി തിളപ്പിക്കാനുള്ള ചെമ്പ് വെക്കാം നമുക്ക്. അപ്പോൾ ചെമ്പിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്തെ വെള്ളം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വെട്ടി തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ബിരിയാണി ഡെക്കറേഷൻ ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരിയതും കുറച്ച് നമ്മൾ വറുത്ത് കോരിയ ഉള്ളി ഇതിൽ ഇട്ടിട്ട് ഇത് മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പൊക്കെ നല്ല ഇതായിട്ടുണ്ട്, മൊരിഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റിയിട്ടാളേ. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. മല്ലിച്ചപ്പ് കേട്ടോ, പുതിന, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, അതും പാകത്തിനിടാം. പച്ചമുളക് നന്നായിട്ട് ചതച്ചത് കേട്ടോ. കസ്തൂരി മേത്തിയാണ് കേട്ടോ, കുറച്ച് മതി, നോക്കിയിടുക. ഇത്ര മതി കേട്ടോ. ഉണ്ടോ, ഒരു പിടി. 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ, 3 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ഗരം മസാല കേട്ടോ, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 കപ്പ് തൈര് കേട്ടോ, ഒരു പാകത്തിനുള്ള ഉപ്പ് കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ മൊരിച്ച് വെച്ച ഉള്ളില്ലേ, അതും കൂടി ഇതിൽ ഇട്ടിട്ട് വേണം നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാൻ. ചിക്കൻ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അടിയിൽ നിന്ന് ചിക്കൻ മുകളിൽ എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം തിളച്ചോ നോക്കാം. അരിയിടണം. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പൈസസ് ഇടാം കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ തിളക്കട്ടെ, എന്നിട്ട് തിളക്കൽ കഴിഞ്ഞാൽ നമുക്ക് അരിയിടാം. ബിരിയാണി അപ്പോൾ ബിരിയാണി എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ തിന്നാൻ കഴിച്ചോ അങ്ങനെ പറയും. വായ മക്കളെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടു വായ ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിത് നല്ല ബസ്മതി അരി കേട്ടോ. അപ്പോൾ അരി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അരി നമ്മളേ ഒരു 3/4 വേവിൽ ഊറ്റിയെടുക്കണം. അരി ഒരു 3/4 വേവിൽ നമ്മൾ ചെമ്പ് ഒന്നാകെ താഴത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ചൂടുവെള്ളത്തിൽ കളഞ്ഞിട്ട് ഒന്നുകൂടി അരി വെന്തോളും. 3/4 വേവിലുള്ള അരി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഉരുളിയിൽ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കേ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ചിക്കനും ആ പൊരിച്ച ഉള്ളിയൊക്കെ അല്ലേ, അതൊക്കെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വഴറ്റണത്. കണ്ടോ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ വേണ്ടത് നോക്കട്ടെ നമുക്ക്. വാ.
ചിക്കൻ നല്ല വെന്തുണ്ട്, നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ദമ്മിടാനുള്ള പരിപാടി നോക്കാം. ചിക്കൻ അടുപ്പൊന്ന് മാറ്റി വെക്കാം. നമുക്ക് വാഴ നന്നായിട്ട് വാട്ടിയെടുക്കാം. ദമ്മിടാനുള്ള പരിപാടി നോക്കാം. ചെമ്പ് വെച്ചിട്ട് ചെറിയ പരിപാടി ഉണ്ട്. അടിപൊളിയായിട്ടേ ഇല വാട്ടിയെടുത്തത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മസാല അടിയിൽ ഫസ്റ്റ് ലെയർ മസാല വേണ്ടത്. മസാല കോരിയെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ റൈസ് ഇടാട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ മുരിച്ചെടുത്ത് ഇടുക. ചെപ്പും പൊതിനയാണ്. ഒരു ലെയർ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ സെറ്റിൻ്റെ റൈസ് ഇടുക കേട്ടോ. റൈസിന് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടേ ഒരു ലേശം ചുവപ്പ് കളറ് ഗാർണിഷ് ചെയ്യാം കേട്ടോ. കുറച്ച് തോനെ കിടക്കട്ടെ. ചോറിനുമ്പോഴേ അണ്ടിപ്പരം മുന്തി കടിക്കുന്നത് ഭയങ്കര രസമാണ്. മല്ലിച്ചപ്പ് പൊതിന കേട്ടോ. നമ്മൾ ഈ ബിരിയാണിയിലേ അധികം എണ്ണ നെയ്യ് വന്നിട്ട് ഡാകണ്ട് വഴറ്റി ഇതാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു ഇത്ര നെയ്യ് അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കിടാം. അപ്പോൾ നമുക്ക് ദമ്മിടാം കേട്ടോ. ഒരു കഷ്ണം വാഴലും കൂടി വെച്ച് മൂടിണ്ട് വെക്കാം. അപ്പോൾ നമുക്ക് ദമ്മെടുക്കാം കേട്ടോ. ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ചില പൊന്തിച്ചൊക്കെ നല്ല സെറ്റാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കളർ ഒഴിച്ച ഭാഗമല്ലേ ആ റൈസ് മുകളിൽ വരണം. പ്രേമലു സ്റ്റൈൽ ബിരിയാണി ഹൈദരാബാദി ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് ടേസ്റ്റ് നോക്കാം. ആദ്യം ഇവിടെ ചിക്കനൊക്കെ നല്ല വെന്തക്കണം കേട്ടോ. ഒരു പീസ് ചിക്കൻ എടുക്കുക, കുറച്ച് ഉള്ളി, ഒരു കഷ്ണം മുട്ട നമുക്ക് കഴിച്ചു നോക്കാം. അതെ ആ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, നല്ല മസാല പിടിച്ച് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ആ ഒരു പ്രത്യേക ടേസ്റ്റ് എങ്ങനെ പറയാന്നറിയില്ല. ചിക്കനൊക്കെ നല്ല വെന്തിട്ടേ മതിയാവണില്ല. അതിന് വഴന്നില്ലല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ട്രൈ നോക്കി കിട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനത് തീർക്കട്ടെ കേട്ടോ.